എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ക്രിസ്മസിന്റെ വെക്കേഷൻ ആയിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം ഇത്തിരി സങ്കീർണതകൾ ഉള്ളൊരു വിഷയമാണ്. അത് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, സിംപ്ലിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ടൈം ഞാൻ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോഴൊക്കെ നമുക്ക് പുതിയ എന്താ പറയുക, ചതികളും അതുപോലെ ഫ്രോഡായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. നമുക്കറിയാം, എൻ്റെയൊക്കെ കോളേജ് ടൈമിൽ 2007, 2006, 2007 ഞങ്ങളുടെയൊക്കെ സെമിനാർസിലൊക്കെ സ്ഥിരം വരാറുള്ള ടോപ്പിക്കാണ് നാനോ ടെക്നോളജി എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാനോ ടെക്നോളജി വെച്ചിട്ട് ഒരുപാട് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട്. സോളാർ വന്നപ്പോൾ സോളാറിലും ഫ്രോഡ് ഇഷ്യൂസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾക്കാരുകളെ എളുപ്പത്തിൽ പറ്റിക്കാവുന്ന രീതിയിൽ പല ഫ്രോഡ് കാര്യങ്ങളും പലരും ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം എന്താ പറയുക, ചതികളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ടെക്നോളജി എന്നൊന്ന് നമ്മൾ മലയാളികൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് ബ്ലോക്ക് ചെയിൻ എന്താണെന്നാണ്. അത് കാണുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം കണ്ടന്റുകൾ ആഗ്രഹിക്കുന്ന മറ്റു പലരിലേക്കും ഇതെത്തിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്കും കമന്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ബ്ലോക്ക് ചെയിൻ, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ എന്താണ് ക്രിപ്റ്റോ കറൻസി, പിന്നെ മൈനിങ്, ബ്ലോക്ക് ചെയിൻ മൈനിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാനൊരു ബ്ലോക്ക് ചെയിൻ മൈനർ അല്ല. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇടുന്നത് തന്നെ അത്തരം മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ, ഒരു ആൻസർ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഫ്രെട്ടെല്ലാം എടുക്കുന്നത്. അപ്പോൾ അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മൈനിങ്ങിനെ കുറിച്ചിട്ടും എന്താണ് നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ ഇത് എന്താണ് സംഭവം എന്ന് പറയാന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്റർനെറ്റ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 1970s ഈ ഇന്റർനെറ്റ് എന്താന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ പറയും, എന്താണ് ഇന്റർനെറ്റ്? നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. That little mark with the A and then the ring around it. At. See, that's what I said. Katie said she thought it was about. Yeah. Oh. But I'd never heard it. I'd never heard it said. I'd always seen the mark, but never heard it said. And then it sounded stupid when I said it. Violence at NBC. I heard around big fight up in the lunchroom the other week. There it is. Violence at NBC. GE.com. I mean, well, Allison should know. What is internet anyway? Internet is that massive computer network, the one that's becoming really big now. What do you mean? That's big. How does one? What do you write to it like mail? No, a lot of people use it and communicate. I guess they can communicate with NBC writers and producers. Allison, can you explain what internet is? No. What does it mean? It's a giant computer network made up of started from. Oh, I thought you were going to tell us what this was. It's like a computer billboard. It's not in it. It's a computer billboard, but it's nationwide, and it's several universities and everything all joined together. Right. And others can access it. Right. And it's getting bigger and bigger all the time. It came in really handy during the quake. A lot of people, that's how they were communicating. ഓക്കെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്റർനെറ്റ് എന്താന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ 1970s ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടിയോട് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും ഇന്റർനെറ്റ് എന്താന്ന് അവന്റെ ഭാഷയിൽ അവന് പറയാൻ കഴിയും. It's a boat that makes the TV work, I think. You can't see yet. The internet is a large space full of things Made out of electricity. A virtual world. Technology sort of Comes from space. something along those lines. കാരണം
ഇന്നത്തെ ക്ലാസ് റൂമുകളെല്ലാം ഇന്റർനെറ്റ് ഓൺലൈൻ ക്ലാസ് റൂമുകളാണ്. അപ്പൊ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ആ ക്ലാസ് ഉണ്ടാവില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് അത് പറയാനുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ് അവരുടെ ഒരു ഈവൻ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഡെയിലി ലൈഫിൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടെക്നോളജി, ഇന്റർനെറ്റ് എന്നുള്ളൊരു ടെക്നോളജി വരണ സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന സംഭവം ഇപ്പൊ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്നോളജി ആയിട്ട് മാറി. അതുപോലെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ട്, അതായത് ഇപ്പോഴുള്ള സിസ്റ്റത്തിനെ മൊത്തം തകിടം മറിക്കുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പറഞ്ഞേക്കാൻ മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, അല്ലെങ്കിൽ എന്നല്ല, എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീട് പണി നടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കോൺട്രാക്ടർ മാത്രമാണ് നിങ്ങളുടെ ഈ ചെലവ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ കോൺട്രാക്ടർ എല്ലാ കാര്യങ്ങളും, സിമെന്റ്, ഇഷ്ടിക, കമ്പി, എല്ലാ കാര്യങ്ങളും കോൺട്രാക്ടറാണ് ഒരു എന്താ പറയുക എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. എസ്റ്റിമേറ്റ് അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ റീകൺസൈൽ ചെയ്ത് ഇതാണ് എൻ്റെ ടോട്ടൽ ചെലവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? അത് എത്ര അടുത്ത കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ കോൺട്രാക്ട് എന്നെ പറ്റിക്കുന്നുണ്ടോ ഇല്ലയോ. അതെങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊന്നും പറയാൻ തന്നെ അറിയാം. നമ്മളിത് വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ സൈഡിലും ഒരു ലെഡ്ജർ നമ്മൾ കീപ്പ് ചെയ്യും. ഈ ചെലവുകളെല്ലാം വെച്ചിട്ട് ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യും. അപ്പൊ എന്താ, ഈ കോൺട്രാക്ടർ ഒരു കണക്കായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ കണക്കായിട്ട് ടാലി ചെയ്ത് നോക്കും. എന്നിട്ട് രണ്ട് കണക്കും ടാലി ആവണമെങ്കിൽ മാത്രമാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏതൊരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിട്ടും നമ്മൾ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കോൺട്രാക്ടർ മാത്രം ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുക. അതുപോലെ നമ്മളും കോപ്പി വെച്ചിട്ട് അത് കമ്പയർ ചെയ്യണ പരിപാടി എന്നാണ് പറയുക ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് മെയിൻ ആയിട്ട് ഒരു 10 പേരുള്ള ഒരു ബാച്ചിലർ വീടാണെന്ന് വെക്കും. അപ്പൊ അവിടെ ഒരു മെസ്സിലേക്ക് വേണ്ടിയിട്ട് 10 പേരും ഇതിൽ ചെലവുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളാണ് കണക്ക് പിള്ളയായിട്ട് ഇരുന്നിട്ട് ഈ കണക്കുകളും കാര്യങ്ങളെല്ലാം നോക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാള് ചിലപ്പോൾ അയാളുടെ വരവ് കണക്കുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെശക് അയാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത്, അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ കണക്ക് നോക്കുന്ന ഒരാൾക്ക് അത് അറിയാൻ പറ്റില്ല അയാൾ തെറ്റ് വരുത്തി. അപ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ വന്നാൽ അത് തിരിച്ചറിയാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോ അത്തരം സിസ്റ്റത്തിനെയും സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയാം. അത് ഒരൊറ്റ ഒരു അക്കൗണ്ടന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുക. എന്നാൽ വേറൊരു സിനാരിയോ നോക്കുക. വേറൊരു റൂമിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു ഹൗസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പേരിൽ അവര് ചോദിക്കും നിങ്ങൾക്ക് എത്ര പേർക്കൊക്കെ ഇതുപോലെ പാരലായിട്ട് അക്കൗണ്ടന്റ് നോക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ബിൽഡിംഗ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ കണക്കുകൾ എല്ലാവരും സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതും. അപ്പോ മാസം അവസാനം കണക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള സംഭവം മാത്രം എല്ലാവരും പാസ് ചെയ്ത് വിടും. എല്ലാ സംഭവം എന്താണ്, അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 9 എണ്ണം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 പേരുടെ അത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയും, അല്ലെങ്കിൽ 6 പേരുടെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് ഇത്രയും ആർക്കും എന്താ പറയാ ചതി ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 പേരുടെയും ഇതിൽ ചേഞ്ച് വരുത്തിയാലാണ് ഇതിൽ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരു തെറ്റ് വരുത്താനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയും ആക്യുറസി കൂടുതലുണ്ടാവും. ഇതിനാണ് പറയാ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുക. അപ്പൊ ഏതാണ് നല്ലത്, സെൻട്രലൈസ് സിസ്റ്റം ആണോ നല്ലത്, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണോ? ഡെഫിനറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്ലോക്ക് ചെയിൻ ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ സിസ്റ്റം? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് എടുക്കാം. ഇനി ഇത്രയും ബ്ലോക്ക് ചെയിനിന് കറക്റ്റ് അനലോഗി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മളുടെ ഒരു ഗ്രാമത്തിൽ, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമുള്ളത്. ഒരു ഗ്രാമത്തിൽ അവിടെയുള്ള എല്ലാ ഗ്രാമീണരും
അവരുടെ വരവ് ചെലവ്, അതായത് ഈ ഗ്രാമത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതെല്ലാം നോക്കി നടത്തുന്നത് ഒരു കോമൺ അക്കൗണ്ടന്റ് ആണ് എന്ന് വെക്കുക. അപ്പൊ നമ്മളെല്ലാം പറയും ഓക്കെ ഞാൻ ഇന്നത് ഈ മാസത്തെ ഫീ ഇത്ര കൊടുത്തു, ഇന്നതിന്റെ ഇത്ര കൊടുത്തു, ടാക്സ് കൊടുക്കും, ഇത്ര ടാക്സ് ഈ ഗ്രാമത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു, ഗ്രാമത്തിന് ഇന്നായിട്ട് കൊടുത്തു. അക്കൗണ്ട് പല എല്ലാ ഗ്രാമീണരും ഒരു അക്കൗണ്ട് എടുത്ത് വന്നിട്ട് ഈ അക്കൗണ്ടിനോട് ആണ് കണക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു സിസ്റ്റം സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. അപ്പോൾ ഈ ഒരു ഇത്തരം ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ തെറ്റായ നോട്ടുകൾ വരുത്താൻ ചിലപ്പോൾ ഈ അക്കൗണ്ടന്റ് അറിഞ്ഞോ അറിയാതോ ചിലപ്പോൾ തെറ്റായ എൻട്രീസുകൾ ചെയ്യാം. ഒരാൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പറയാം അയാൾ 50 രൂപ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 50 രൂപ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ കീശയിലേക്ക് വെക്കാം. പിന്നെ വളരെ പേഴ്സണലായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ചില വില്ലേജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രാമീണരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അക്കൗണ്ടന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ ഡെപ്റ്റും കാര്യങ്ങളും അവരുടെ കടങ്ങളും കാര്യങ്ങളും എഴുതി തളിപ്പിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സമയത്ത് അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ കരുവന്നൂർ ബാങ്കിലൊക്കെ സംഭവിച്ച പോലെ ഒരു വ്യക്തിയുടെ പേരിൽ കൂടുതൽ ഡെപ്റ്റ് കാണിച്ചിട്ട് ആ ഫണ്ട് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന പല കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ കറപ്ഷൻസ് ഇന്നത്തെ ബാങ്കിങ് സെക്ടറിലോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന കറപ്ഷന്റെ എല്ലാ സാധ്യതകളും ഈ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനുണ്ട്. പിന്നെ നോർമലി സ്വാഭാവികമായിട്ട് അയാളുടെ ലെഡ്ജർ ബുക്ക് കണ്ടായി കഴിഞ്ഞാൽ ഈ കണക്കുകളും കാര്യങ്ങളും എല്ലാം പോകും. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ പോരായ്മകൾ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക. അതായത് ആ ഗ്രാമത്തില് ഗ്രാമത്തിൽ 100 ഗ്രാമീണരുണ്ട്. അപ്പൊ അവർക്ക് ചോദിക്കുക, എല്ലാവരും പരസ്പരം അങ്ങനെ ചോദിക്കുക ആർക്കൊക്കെ ഇതിൽ അക്കൗണ്ടന്റ് ആവാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 10 അക്കൗണ്ടന്റന്മാര് ആ ഗ്രാമത്തിൽ നിന്ന് വന്നു. ഓക്കെ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും നോക്കാം എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ ഈ ഗ്രാമത്തിൽ ഇപ്പം സംഭവിച്ചു, 10 അക്കൗണ്ടന്റുമാർ വന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈവൻ ഈ അക്കൗണ്ടന്റ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം. ഈ 10 അക്കൗണ്ടന്റുമാർ വന്നു കഴിയുമ്പോൾ അപ്പോൾ നമ്മളിതിൽ കൺസിഡർ ഇതിൽ ഏറ്റവും ഈ 10 അക്കൗണ്ടന്മാരാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിനിൽ പറയുന്നത് മൈനേഴ്സ് എന്ന് പറയുന്നത്, മൈൻ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 അക്കൗണ്ടന്റുമാരിൽ ഇവർക്ക് ഒരു ട്രാൻസാക്ഷന്റെ ഇപ്പൊ ഒരു ലെഡ്ജർ ബുക്ക് ഒരാൾ അവിടുത്തെ ട്രാൻസാക്ഷൻ ഒരു ദിവസത്തെ ഫുൾ ഡേ ലെഡ്ജർ എഴുതി കഴിഞ്ഞു നോക്കി. അപ്പോ ആ എൻട്രീസ് മൊത്തം ഒരു അക്കൗണ്ടന്റ് ഈ 10 അക്കൗണ്ട് ഒരുമിച്ചിരുന്നിട്ട് എന്താ പറയാ എൻട്രി ചെയ്തിട്ട് അവർക്ക് ഒരു സ്പെഷ്യൽ പെട്ടി കൊടുക്കും. ആ പെട്ടിക്ക് ഒരു നമ്പർ ലോക്ക് ഉണ്ട്. അതുപോലെ ആ നമ്പർ ലോക്ക് അടിച്ച് ഞാൻ ബസർ അടിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പെട്ടി സെയിം നമ്പർ ലോക്കുള്ള പെട്ടിയുള്ളത്. ഇപ്പൊ 10 അക്കൗണ്ടന്റ് ഒരേ സമയം ഈ നമ്പർ ലോക്ക് കഴിക്കാൻ നോക്കും. അപ്പൊ ഏതെങ്കിലും ഒരാൾക്കായിരിക്കും ഇത് ഫസ്റ്റ് അത് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബസർ അടിച്ചിട്ട് ഈ ഒരു ലെഡ്ജറിന്റെ കോപ്പി അയാൾ കംപ്ലീറ്റ് ചെയ്ത ലെഡ്ജറിന്റെ കോപ്പി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാള് ആണ് ആ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അയാൾക്ക് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന ഈ പൈസകളുടെ ഒരു ഫീ അവർക്ക് കാൽക്കുലേഷന് വേണ്ടിയുള്ള ഫീ അയാൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഇതേപോലെ നെക്സ്റ്റ് ഡേയിൽ ഇതേപോലെ നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യാവുന്ന ചിലപ്പോൾ വേറൊരു അക്കൗണ്ടന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഉള്ള മൈനേഴ്സിനായിരിക്കും അല്ലെങ്കിൽ അക്കൗണ്ടന്റ്മാർക്കായിരിക്കും ഓരോ ദിവസം ഈ എന്താ പറയാ ലെഡ്ജർ സബ്മിറ്റ് ചെയ്യാനുള്ളത് കിട്ടും. ഇത് ഒരു പ്രാവശ്യം ലെഡ്ജർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 100 ഗ്രാമീണരുടെയും അവരുടെ പേഴ്സണൽ ലെഡ്ജറിൽ ഇത് ആഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇതിൽ കറപ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം 100 പേരുടെ കയ്യിൽ ഒരേ കണക്ക് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ഒരാൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ 100 പേരുടെയും ഇതിൽ വെച്ച് നോക്കുമ്പോൾ 99 പേരുടെയും കറക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ 51 പേരുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമാണ് അതിലൊരു കറപ്ഷൻ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഓരോ പ്രാവശ്യം മാറ്റണം എന്നുണ്ടെങ്കിലും ഇതേപോലെ ഈ ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ട് ഒരു ദിവസത്തിൽ ഒരു പേജാണ് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കോംപ്ലക്സിറ്റി കൂടുതലാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിനാരിയോയിലുള്ള കാര്യം പറഞ്ഞതാണ്.
ഇതിൽ ഓരോ അക്കൗണ്ടന്മാരെ പറയുന്നതാണ് ബ്ലോക്ക് ചെയിൻ മൈനേഴ്സ് എന്നുള്ളത്. ഈ ഓരോ ഗ്രാമീണരുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലെഡ്ജറിന്റെ ബുക്കുകളാണ് ആക്ച്വലി നോട്ട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ നോട്ട്സും ഇന്റർലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റത്തിനാണ് അത്രയും ട്രസ്റ്റ്ഫുൾ ആയ സിസ്റ്റമായ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇയാൾ ഈ ചെയ്യുന്ന എന്താ പറയാ, ഈ അക്കൗണ്ടന്റ് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി ഹാഷിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ അയാൾ സക്സസ്ഫുൾ ആക്കി കഴിയുമ്പോൾ അതിന് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയും. ഈ ഒരു പ്രൂഫ് ഓഫ് വർക്ക് മെത്തേഡ് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് എല്ലാവർക്കും ഈ അക്കൗണ്ട്സിന് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഇത് ഇല്ലാണ്ട് ഒരാൾക്ക് തന്നെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവരുന്നത്. അതിന്റെ കോംപ്ലക്സിറ്റി ലെവല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഗ്രാമവാസികൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറയാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ബ്ലോക്ക് ചെയിനിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു അനലോഗി. അപ്പൊ ഇനി ബ്ലോക്ക് ചെയിന്റെ ബെനിഫിറ്റുകൾ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ബ്ലോക്ക് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ബെനിഫിറ്റ്, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൽ കറപ്ഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് വളരെ സെക്യൂർ ആണ്. കാരണം ഈ ഒരു കറപ്ഷൻ വളരെ കുറവായതുകൊണ്ടും അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റാന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ ഒരു സിസ്റ്റം വളരെ സെക്യൂർ ആണ്. പിന്നെ ഇത് വളരെ ട്രാൻസ്പാരന്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെഡ്ജർ എല്ലാ പേരും ഇപ്പൊ 100 ഗ്രാമവാസികളുടെ പേരിലും ഒരേ ലെഡ്ജർ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് മറച്ചു നോക്കിയിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് അറിയാൻ പറ്റും. അപ്പൊ ഇത് വളരെ ട്രാൻസ്പാരന്റ് ആണ്. പ്രൊവൈഡഡ് ഇതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്. ഇതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും ആക്സസിബിൾ ആവുക. അതായത് 100 ഗ്രാമവാസികൾക്ക് മാത്രം ആക്സസിബിൾ കൊടുക്കുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ ഓൾ വേൾഡ് ആക്സസിബിലിറ്റി കൊടുക്കുന്ന പോവാം. ഓൾ വേൾഡ് ആക്സസിബിലിറ്റി കൊടുക്കുന്നതിന് പബ്ലിക് എന്നും ഗ്രാമവാസികൾക്ക് മാത്രമായിട്ട് ആക്സസിബിലിറ്റി കൊടുക്കുന്ന പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയും. ഇപ്പൊ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ആക്ച്വലി പബ്ലിക് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഇമ്മ്യൂട്ടബിൾ ആണ്, ആക്സസിബിൾ ആണ്. അപ്പൊ ഇത്രത്തോളം ബെനിഫിറ്റുകൾ ഉള്ള ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം. ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, അതായത് ഇതിന്റെ ഈ ഒരു ഇമ്മ്യൂട്ടബിലിറ്റി, ആ ഒരു എന്താ പറയുക, ടാമർ ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഗുണം കൊണ്ട് നമ്മളൊരു രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് വർഷം കഴിഞ്ഞെടുത്താലും ആ രേഖകളിൽ ഒരു മാറ്റം സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ പല സാധനങ്ങളും മേടിക്കുമ്പോൾ അതിന്റെ ഈ ലേബലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കി നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഹിസ്റ്ററി, പ്രൊഡക്ഷൻ ഹിസ്റ്ററി ആ ബ്ലോക്ക് ചെയിനിൽ ഇതായതുകൊണ്ട് അവർക്കൊരു എന്താ പറയാ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ട്രാൻസ്പാരന്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അത് എവിടെ പോയിട്ട് എവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കറപ്ഷനുള്ള ചാൻസ് കുറയാ ചെയ്യുന്നത് അവിടെ. പിന്നെ എനർജി സെക്ടറിലൊക്കെ ഇപ്പൊ എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. നമ്മുടെ പവർ പ്ലാന്റ് ഒക്കെ സെൻട്രലൈസ്ഡ് ആണ്. അത് ടൗൺ ഏരിയയിലൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ നമുക്ക് സോളാർ എനർജി, മറ്റു റിന്യൂവബിൾ എനർജി ഒക്കെ കൊണ്ടുവന്നിട്ട് IoT ഒക്കെ ബേസ്ഡ് ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യണ പോലെയൊക്കെ കുറെ മാറ്റങ്ങൾ IoT ബ്ലോക്ക് ചെയിനായിട്ട് സൊല്യൂഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിയർ ടു പിയർ നമ്മളൊരു ഇടനിലക്കാരനില്ലാണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് ഡാറ്റ എന്നുള്ളത്. ആ ഹെൽത്ത് ഡാറ്റയിൽ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാളുടെ ഹെൽത്ത് ഡാറ്റ അറിയാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ അയാളുടെ ജസ്റ്റ് ഒരു ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് തന്നെ അയാളുടെ ഫുൾ ഹെൽത്ത് ഡാറ്റ എടുക്കാൻ പറ്റുന്നതിൽ അങ്ങനെ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് പർപ്പസിനും നമുക്കിത് ഉപയോഗിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചറിലും മിഡിൽ മാൻ്റെ ഇത് ഒഴിവാക്കാൻ വേണ്ടി പിയർ ടു പിയർ ഒരു കർഷകൻ ഡയറക്റ്റ് അതിന്റെ ബയറിന്റെ അടുത്തേക്ക് സാധനങ്ങൾ വിൽക്കണ പോലത്തെ ഒരു സിസ്റ്റം ആയിട്ട് കൊണ്ടുവരാനായിട്ട് ബ്ലോക്ക് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സുഹൃത്തിന്റെ കയ്യിൽ ആദ്യം ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. കേരളത്തിൽ ബ്ലോക്ക് ചെയിൻ മൈനിങ് ചെയ്യേണ്ടെന്നുള്ള ഇതില് ക്രിപ്റ്റോ കറൻസി മൈനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ തരാം. അതിനെ ഫോട്ടോ കാണിക്കുകയും ചെയ്തു. 2019 തുടങ്ങിയിട്ട് ഗവൺമെന്റ് ലീഗലാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം
ബ്ലോക്ക് ചെയിൻ ഞാൻ മനസ്സിലാക്കി അന്നത്തെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആക്ച്വലി അത് ഇപ്പൊ മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു എന്താ പറയാ ഒരു നമ്പർ ലോക്ക് ചെയ്യുന്ന പറയുമ്പോൾ 4 ലെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഇത് 256 ലെറ്റേഴ്സ് ഉള്ള 256 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ലോക്ക് നിങ്ങൾ എന്താ പറയാ പ്രിഡിക്റ്റ് ചെയ്ത് ഓപ്പൺ ആക്കണ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും ചിലപ്പോൾ അടുത്ത തലമുറയുടെ ടൈം എടുത്താൽ പോലും അതിപ്പോ ആ പസിൽ സോൾവ് ആക്കാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്കും കമ്പ്യൂട്ടിംഗ് സ്കില്ലുള്ള ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അത്രയ്ക്കും കോംപ്ലക്സ് ആണ്, അത്രയ്ക്കും ടൈം കൺസ്യൂമിംഗ് ആണ്, അത്ര എനർജി വേണം, ഇലക്ട്രിസിറ്റി എനർജി വേണം, കമ്പ്യൂട്ടിംഗ് പവറുള്ള കമ്പ്യൂട്ടർ വേണം. അപ്പോൾ ഒരുപാട് കോസ്റ്റ് എക്സ്പെൻസ് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ മൈനിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു മൈനിങ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്ക് അത് വിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ മുന്നൊക്കെ തന്നെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് മൈനിങ് ഫാം ആയിരുന്നു. അതായത് ഒരൊറ്റ ഫാം തന്നെയാണ് മൈനിങ് ചെയ്യുക. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഈവൻ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ GPUന്റെ നമ്മുടെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അതിനെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് ക്ലൗഡ് വഴി നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവർ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 3-4 മണിക്കൂർ നമ്മുടെ കമ്പ്യൂട്ടർ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു മൈനിങ് പ്രോസസ്സിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറും കൂടിയും അതിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിനെ പറയാം മൈനിങ് പൂൾ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് വരെയും നമ്മൾക്ക് മൈനിങ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കിട്ടുന്ന റിവാർഡ് ഇത് മൈൻ ചെയ്ത് കിട്ടുമ്പോൾ നമ്മളുടെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും ആ മൈനിങ്ങിന്റെ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ മിനിമൽ വാല്യൂ കിട്ടാൻ നല്ല തർക്കമില്ലാത്തൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് മൈനിങ് യൂസിങ് ഈവൻ മൊബൈൽ ഫോൺ ഈസ് പോസിബിൾ. മൊബൈൽ ഫോൺ വെച്ചിട്ടും നമ്മുടെ ലാപ്ടോപ്പ് വെച്ചിട്ടും GP പ്രോസസ്സേഴ്സ് വെച്ചിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട സംഭവം അത് പോസിബിൾ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ അപ്പോഴും ചതിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിൽ പറയുന്ന പല കമ്പനികളും ഇപ്പൊ ഈ ഒരു മൈനിങ് പൂളായിട്ട് വരുന്ന പല കമ്പനികളും ഫ്രോഡ് കമ്പനികളുണ്ട്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ഗൂഗിളിന്റെ ഒക്കെ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നോക്കുക. ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടു അതിൽ ഒരു അനോണിമസ് ഒരാള് ടെസ്റ്റിമോണിയിൽ ഇട്ടേക്കാണ്. ഓക്കെ, എന്റെ കമ്പനി വളരെ എനിക്ക് ഒരുപാട് മൈനിങ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് ഇട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റിന്റെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ വൈഫിന്റോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോ ഗൂഗിൾ ഇമേജ് സെർച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ വെബ്സൈറ്റ് സത്യസന്ധമാണോ അല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനും നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് സ്വയം ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ടോക്കൺസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ബിറ്റ് കോയിൻ, അതേപോലെ തന്നെ ഇതേറിയം കോയിൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്രിപ്റ്റോ കറൻസി നിങ്ങൾ കേട്ട വേർഡാണ്. ബിറ്റ് കോയിൻ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് ആക്ച്വലി ഈവൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്നോളജിയെ ബ്ലോക്ക് ചെയിനെ കുറിച്ചിട്ടുള്ള റിലയബിലിറ്റി എല്ലാവരും മനസ്സിലാക്കി വരുന്നത്. അപ്പോ പലർക്കും പല സംശയങ്ങളുണ്ട്. ബ്ലോക്ക് ചെയിൻ ഈവൻ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇനീഷ്യലി 2017 സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ പൊട്ടയാണ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി പൊട്ടയാണ്, പക്ഷെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നല്ലതാണ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്നേക്ക് മുന്നേ ഇതിന്റെ ഒരു അനലോഗിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ എങ്ങനെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ആ ഗ്രാമത്തില് അവിടെ ഒരു മ്യൂസിക് ഇവന്റ്, ആ ഗ്രാമവാസികളെല്ലാം കൂടി ഒരു മ്യൂസിക് ഇവന്റ് നടത്താൻ പറ്റും. ആ ഒരു മ്യൂസിക് ഇവന്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാമവാസികൾക്കും 100 പേർക്ക് 100 ടോക്കൺ അവർ ഇഷ്യൂ ചെയ്തു, അല്ലെങ്കിൽ ഒരു 100 ടോക്കൺ ഇഷ്യൂ ചെയ്തു. അപ്പൊ ഒരു ടോക്കൺ എല്ലാവർക്കും ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഓരോ ടോക്കൺ ഉണ്ട്. അപ്പൊ ഒരു ടോക്കൺ കാണിക്കാൻ അവർക്ക് മ്യൂസിക് ഇവന്റിൽ അത് കയറി അത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മ്യൂസിക് ഇവന്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ് വന്ന് ചെയ്യുന്നത്. അപ്പൊ അവർ ആദ്യം ഇനീഷ്യലി അതിന്റെ ടോക്കണിന് ഒരു 100 റുപ്പീസ് ആണ് വെച്ചെന്ന് വയ്ക്കും. അപ്പോൾ ഒരു ടോക്കണിന്റെ വില 100 റുപ്പീസ് ആണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പോപ്പുലാരിറ്റി ഉണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ, അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ കഴിഞ്ഞ് പോപ്പുലാരിറ്റി ഉണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ പല ആൾക്കാർക്കും പുറമേ നിന്നുള്ള ആൾക്കാർക്കും ഈ ഒരു മ്യൂസിക് ഇത് കേൾക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പലരും ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഉള്ള ആൾക്കാരുകൾ ഇപ്പോൾ ഒരു ഗ്രാമവാസി
വേറെ ആൾക്കാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു 120 രൂപയ്ക്ക് അത് വിറ്റു, അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അത് വിറ്റു. അപ്പോൾ ഇപ്പൊ ആ ടോക്കണിന്റെ ലെഡ്ജറിൽ വില വന്നിരിക്കുന്നത് 200 റുപ്പീസ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കയറുമനുസരിച്ചിട്ട് ഈ ഗ്രാമവാസികളെല്ലാം ഈ ടോക്കൺ വില കൂട്ടി വിൽക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ടോക്കണിന്റെ വാല്യൂ കയറി വന്നു. അപ്പൊ 200 വിറ്റ ആളെ അയാൾക്ക് കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതവിടെ കിട്ടും, 200 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അടുത്ത ഗ്രാമവാസി അതൊരു 250 രൂപയ്ക്ക് വിൽക്കണമെന്ന്, മീൻസ് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് 250 രൂപയായി. അപ്പൊ ഈ സംഭവം ആണ് ആക്ച്വലി ഈ ഒരു ടോക്കൺ, വാല്യൂ ഉള്ള ടോക്കൺ ആണ് ആക്ച്വലി ബിറ്റ്കോയിൻ എന്നും. അതേപോലെ തന്നെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ഈ ബിറ്റ്കോയിന്റെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നഷ്ടങ്ങളും ചതികളിലും ഒന്നും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഇനിയിപ്പോൾ ആ കമന്റിനെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ഈ ചാനൽ വരുന്നതായിരിക്കും. താങ്ക് യു. സൈനിങ് ഓഫ്, സുമിത് സി മോഹൻ. താങ്ക് യു.